ഇരുപത്തിയഞ്ച് സംവത്സരങ്ങൾ പിന്നിടുമ്പോൾ മാത്രം ലഭിക്കുന്ന അസുലഭവും ആനന്ദകരവും ഭക്തിനിർഭരവുമായി മാറുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിനായി ഒരുങ്ങുകയാണ് പെരുമയാർജിച്ച തൃക്കരിപ്പൂർ ശ്രീരാമവില്യം കഴകത്തിന്റെ പുണ്യവസുന്ധര. 18 തിരുവായുധം കയ്യിലേന്തുന്ന പരാശക്തിയായ തമ്പുരാട്ടി, പടക്കത്തി ഭഗവതിയും പരിവാര ചൈതന്യങ്ങളും തിരുമുടിയുയർത്തി തിരുനർത്തനമാടുന്ന പെരുങ്കളിയാട്ടത്തിന്റെ ഒരുക്കങ്ങളും തിരക്കുകളുമായി നീങ്ങുകയാണ് കഴക തിരുമുറ്റവും ആയിരങ്ങളായ ഭക്തമനസ്സുകളും. സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യവും അനുഷ്ഠാന കർമ്മങ്ങളാലും ധന്യമാകുന്ന ശ്രീരാമവില്യം കഴകത്തിലെ പെരുങ്കളിയാട്ട മഹോത്സവം നാടിന്റെ ജനപദങ്ങളെ ഒന്നടങ്കം സ്പർശിക്കുന്ന മഹനീയമായ മാനവോത്സവം കൂടിയാണ്. കഴകത്തിന്റെ തിരുനടയ്ക്ക് മുന്നിൽ 8 ദിവസങ്ങളിലായി നടക്കുന്ന മഹോത്സവത്തിൽ 100-ൽ പരം തെയ്യങ്ങളാണ് കെട്ടിയാടുന്നത്. പെരുങ്കളിയാട്ടങ്ങളുടെ പെരുങ്കളിയാട്ടമായി മാറുന്ന തൃക്കരിപ്പൂർ ശ്രീരാമവില്യം കഴകത്തിലെ പെരുങ്കളിയാട്ടത്തിന് മതമാനവിക മൈത്രിയും സാഹോദര്യ സ്നേഹവും ഉറപ്പാക്കാനായി നാനാജാതി മതസ്ഥരെയും ഉൾപ്പെടുത്തിയുള്ള വിപുലമായ കമ്മിറ്റിക്ക് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ രൂപം നൽകി ഏറെ ജനകീയമായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഏപ്രിൽ മാസം 28-ാം തീയതിയാണ് 2025 പെരുങ്കളിയാട്ടത്തിൻ്റെ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നത്. വളരെ പ്രൗഢഗംഭീരമായ ഒരു യോഗത്തിൽ വെച്ച് ആയിരക്കണക്കായ ആളുകളുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് ആ സംഘാടക സമിതിയുടെ രൂപീകരണ പ്രഖ്യാപനം നടന്നിട്ടുണ്ടായത്. അതിനുശേഷം മെയ് മാസം 12-ാം തീയതി പുതിയ ഭാരവാഹികൾ, സംഘാടക സമിതി ഭാരവാഹികൾ ചുമതലയേൽക്കുകയും ചെയ്തു. ശ്രീമാൻ KV ഗംഗാധരൻ ചെയർമാനും PV കണ്ണൻ മാസ്റ്റർ ജനറൽ കൺവീനറും PP കുഞ്ഞിക്കണ്ണൻ ട്രഷററുമായുള്ള സംഘാടക സമിതിയാണ് നിലവിൽ വന്നിട്ടുള്ളത്. ആ സംഘാടക സമിതിയുടെ പ്രവർത്തനം വളരെ വിപുലമായ രീതിയിൽ നടന്നു വരികയാണ്. അതിനുശേഷം സംഘാടക സമിതി ഓഫീസിൻ്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ സംഘാടക സമിതി നിധിയിലേക്കുള്ള സാമ്പത്തിക സമാഹരണ പരിപാടിയുമൊക്കെ വളരെ വിപുലമായ രീതിയിൽ തന്നെ നടത്തുകയുണ്ടായി. കേരള മന്ത്രിസഭയിലെ അംഗമായിരുന്ന ശ്രീമാൻ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് ആ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പയ്യന്നൂർ MLA, പിന്നെ തൃക്കരിപ്പൂരിൻ്റെ MLAയും ആ യോഗങ്ങളിൽ സംബന്ധിക്കുകയുണ്ടായി. ആചാര പെരുമ കൊണ്ട് പ്രഗത്ഭമായി തീർന്ന പരശുരാമ പാദസ്പർശത്താൽ പവിത്രമായ ദേവീ സങ്കേതമാണ് ശ്രീരാമവില്യം കഴകം. ഈ കഴകത്തിൽ 25 വർഷത്തിൽ ഒരു തവണയായിട്ടാണ് പെരുങ്കളിയാട്ടം നടക്കുന്നത്. കഴിഞ്ഞ ഉത്സവം നടന്നിരുന്നത് 99-ലായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് ജനങ്ങൾ ഈ പെരുങ്കളിയാട്ടം സമാഗതമാകാൻ വേണ്ടി ശ്വാസമടക്കി കാത്തിരിക്കുകയാൽ ഈ പ്രത്യേകിച്ചും കെട്ടിക്കോലമില്ലാത്തിരുന്ന ശ്രീ പൂമാല ഭഗവതിയുടെ കോലസ്വരൂപമായ ആര്യക്കര ഭഗവതിയുടെയും അതുപോലെ പടക്കത്തി ഭഗവതിയുടെയും തിരുമുടി ഉയർന്നു കാണാനുള്ള ആ മഹാഭാഗ്യത്തിനു വേണ്ടി അപാലവൃദ്ധം ജനങ്ങൾ നെഞ്ചിരിപ്പോടെ കാത്തിരിക്കുകയാണ്. ആ സൗഭാഗ്യം വന്നടയാനുള്ള സമയം ഈ 2025 മാർച്ച് മാസം 5 മുതൽ 12 വരെ നടക്കാൻ പോവുകയാണ്. 12-നാണ് ഈ ദേവിയുടെ പടക്കത്തി ഭഗവതിയുടെ തിരുമുടി വരുന്ന ചടങ്ങ് നടക്കാൻ പോകുന്നത്. ഈ ചടങ്ങിൽ സന്നിഹിതരാകുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും മതമൈത്രിയുടെയും മതസൗഹാർദ്ദത്തിൻ്റെയും വിശ്വമാനവികതയുടെയും സന്ദേശം ഉയർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ സംഘാടക സമിതി നാളിതുവരെ നടത്തിക്കൊണ്ടു പോകുന്നത്. ഈ പെരുങ്കളിയാട്ടം ഒരു മഹാസംഭവം, പ്രത്യേകിച്ച് ഉത്തര കേരളത്തിലെ ഉത്സവമേഖലയിൽ ഒരു ദിവ്യമായ അനുഭൂതി ഉണ്ടാക്കാൻ, അനുഭവമാക്കി മാറ്റിയെടുക്കാൻ എല്ലാ ജനവിഭാഗങ്ങളുടെയും കൂട്ടായ്മയോടുകൂടി മാനവ മൈത്രിയുടെയും മാനവ സൗഹാർദ്ദത്തിൻ്റെയും
വിശ്വമാനവീയതയുടെയും സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു മഹാസംഭവമാക്കി മാറ്റിയെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇതിൻ്റെ ഭാഗത്ത് നടന്നു വരുന്നുണ്ട്. ഏകദേശം 5000-ലേറെ വരുന്ന ബാല്യക്കാർ പിരിവുദായകരായി ഈ കഴകത്തിലുണ്ട്. അവരിൽ നിന്നുണ്ടാകുന്ന വരുമാനവും ജനങ്ങൾ നൽകുന്ന സംഭാവനയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഏകദേശം 3 കോടിയിലേറെ രൂപ ചെലവ് വരുന്ന ബൃഹത്തായൊരു സാമ്പത്തിക സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഈ പെരുങ്കളിയാട്ടം ആഘോഷിക്കാൻ നമ്മൾ ഒരുങ്ങിയിരിക്കുന്നത്. ഇതിന് എല്ലാ ജനവിഭാഗങ്ങളുടെയും സർവാത്മനാവുള്ള സഹകരണവും പിന്തുണയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ രീതിയിൽ ഈ പെരുങ്കളിയാട്ടം ഒരു മഹാസംഭവമായി മാറ്റിയെടുക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്ക് സംഘാടകർക്കുണ്ട്. പെരുങ്കളിയാട്ടം നാടിൻ്റെ ജനകീയോത്സവമാക്കാനുള്ള ആവേശത്തോടെയാണ് സംഘാടക സമിതിയുടെ പ്രവർത്തനം. തീയ സമുദായ കഴകങ്ങളിലൊന്നായി പൗരാണികതയുടെ മകുടം ചാർത്തുന്ന കഴക സന്നിധിക്ക് സമീപത്തെ നിരവധി ക്ഷേത്രങ്ങളുമായി അഭേദ്യമായ ബന്ധമുണ്ട്. തൃക്കരിപ്പൂർ ചക്രപാണി ക്ഷേത്രം, പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രം, നെല്ലിക്കാതുരുത്തി കഴകം എന്നിവ അവയിൽ ചിലത് മാത്രം. 5 കീഴ്ഘടക ക്ഷേത്രങ്ങളും 4 തറവാട്ടുകാരുമാണ് കഴകത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. 8 ദിവസങ്ങളിലായി നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിൽ 4 ദിവസങ്ങളിലായി എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും വിപുലമായ അന്നദാനവും നടക്കും. അതിനുള്ള ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ആ 74 കളിയാട്ടത്തിന് വളരെ ഗംഭീരമായിട്ട് എല്ലാ കാര്യത്തിലും അന്ന് ഈ താഴെ ഇരുന്നിട്ട് ഭക്ഷണം വളരെ നല്ല നിലയിൽ കൊടുത്തിരുന്നു. പക്ഷേ ഭക്ഷണത്തിൻ്റെ ആ ചുക്കാൻ പിടിച്ചത് അന്നത്തെ നമ്മുടെ പ്രധാന അംഗങ്ങളായ തെക്ക് ഭാഗത്ത് മുട്ടുക്കൻ്റെ കണ്ണനും ഒരു കൊടക്കൽ വളപ്പിൽ കുഞ്ഞിരാമനും തെക്ക് ഭാഗത്തും, വടക്ക് ഭാഗത്ത് നമ്മുടെ വീരിശ്ശേരി കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ ആളും VM കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ ഒരാളും കൂടിയിട്ടാണ് അതിൻ്റെ നേതൃത്വം നടത്തിയത്. അത് ആ ഗംഭീരമായതിന് ശേഷം ഈ 99 കളിയാട്ടത്തിന് എല്ലാറ്റിൻ്റെയും നേതൃത്വം വളരെ ഗംഭീരമായിട്ട് ആ കളിയാട്ടം നടന്നിരുന്നു. അതിന് നമ്മൾ കെ വെളുത്തമ്പൂ എന്ന് പറഞ്ഞ അയാളാണ്. അന്നേരം 3 ആളെ ഉണ്ടായിട്ടുള്ളൂ. കെ വെളുത്തമ്പൂ ഇപ്പം പറഞ്ഞ AV പപ്പൻ ജനറൽ കൺവീനറും, മുട്ടുക്കൻ്റെ കൃഷ്ണൻ ഖജാൻജിയായിട്ട് ഒരു 3-അംഗ കമ്മിറ്റി, അവരാണ് ബാക്കി കാര്യങ്ങളെല്ലാം നടത്തിയത്. എല്ലാറ്റിനെയും ചുക്കാൻ പിടിക്കാനും എല്ലാം നിയന്ത്രിക്കാനും എല്ലാം വെളുത്തമ്പൂവാണ് ഉണ്ടായത്. ഇങ്ങനെ ആ കളിയാട്ടം വളരെ ഗംഭീരമായിരുന്നു. ഒരു തരത്തിലും ഒരാൾക്കും നല്ല നിലയിൽ ഭക്ഷണം കൊടുത്തത്, നല്ല പലയിട്ടിട്ട് നല്ല ഡെസ്കും ബെഞ്ചും ആക്കിയിട്ടില്ല ആ ഭക്ഷണം കൊടുത്തത് ആയിരിക്കാണ്ട് തന്നെ വളരെ ഗംഭീരമായിട്ട് നടത്തിയിരുന്നു. ഇവിടെ സന്നിഹിതരാകുന്ന മുഴുവൻ ജനാവലിക്കും വിപുലമായ രീതിയിലുള്ള അന്നദാനത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തി വരികയാണ്. പ്രത്യേകിച്ചും 5-ാം കളിയാട്ടത്തിന് തുരുത്തി കഴകത്തു നിന്നുള്ള കാഴ്ചവരവോടുകൂടിയാണ് അന്ന് ഭക്ഷണം കൊടുക്കൽ, പൊതുജനങ്ങൾക്കുള്ള ഭക്ഷണം വിതരണം സമാരംഭിക്കുന്നത്. സാധാരണ അന്നദാനത്തിൽ നിന്ന് വിഭിന്നമായി ഈ വർഷം രാമവില്യം കഴകത്തിൻ്റെ പിരിവുദായകരായ ആളുകൾ സജ്ജമാക്കുന്ന ജൈവ പച്ചക്കറിയുടെ വിഭവങ്ങളാണ് ഈ കളിയാട്ടത്തിന് ഒരുക്കുന്നത് എന്നത് ഇതിൻ്റെ ഒരു സവിശേഷതയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 99 കളിയാട്ടത്തിനാണ് ആദ്യമായി സീറ്റിംഗ് സംവിധാനത്തോടുകൂടി ഭക്ഷണ വിതരണം നമ്മൾ നടത്തിയത്. അതിനുശേഷമാണ് മറ്റു കഴകങ്ങളും മറ്റ് ക്ഷേത്രങ്ങളിലുള്ള കളിയാട്ടങ്ങളിൽ ഈ രീതിയിലുള്ള ഇരിപ്പിട സംവിധാനം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇത്തവണയും അതേ രീതിയിൽ 3000-ഓളം ആളുകൾക്ക് ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ തൊട്ട് വടക്കു ഭാഗത്ത് തന്നെ പ്രത്യേകമുണ്ടാക്കുന്ന ഭക്ഷണശാലക്കുള്ള ഏകദേശം അതിൻ്റെ രൂപരേഖകളെല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ പെരുങ്കളിയാട്ടം ഒരു മഹാസംഭവം, പ്രത്യേകിച്ച് ഉത്തര കേരളത്തിലെ ഉത്സവമേഖലയിൽ ഒരു ദിവ്യമായ അനുഭൂതി ഉണ്ടാക്കാൻ, അനുഭവമാക്കി മാറ്റിയെടുക്കാൻ എല്ലാ ജനവിഭാഗങ്ങളുടെയും കൂട്ടായ്മയോടുകൂടി മാനവ മൈത്രിയുടെയും മാനവ സൗഹാർദ്ദത്തിൻ്റെയും വിശ്വമാനവീയതയുടെയും സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു മഹാസംഭവമാക്കി മാറ്റിയെടുക്കാനുള്ള
എല്ലാ ശ്രമങ്ങളും ഇതിൻ്റെ ഭാഗത്ത് നടന്നു വരുന്നുണ്ട്. ഭക്തലക്ഷങ്ങൾ ദേവീ ദർശനം തേടിയെത്തി ഇവിടം ആഘോഷഭരിതമാകും. ആ മംഗളവേളയ്ക്കായി നാട് കാത്തിരിക്കുകയാണ്. ഭക്തസഹസ്രങ്ങൾ ഇടവേളകളില്ലാതെ ഒഴുകിയെത്തുന്ന പെരുങ്കളിയാട്ട മഹോത്സവം. മഹാവിഷ്ണുവിന്റെ 6ാം അവതാരമായ പരശുരാമൻ ശ്രീഹരിപുരത്തെത്തുകയും ഇന്ന് ശ്രീരാമവില്യം കഴകം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വില്ലുവെച്ച് വിശ്രമിച്ചുവെന്നും ഐതിഹ്യം. ആ സന്ദർഭത്തിൽ പുഷ്കരബ്രാഹ്മണനാൽ പൂജിക്കപ്പെട്ട വിഷ്ണുവിന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ തീരുമാനിക്കുകയും ഇതറിഞ്ഞ ക്ഷേത്രവിധ്വംസകൻ എന്ന അസുരൻ പരശുരാമനോട് ഏറ്റുമുട്ടി പ്രതിഷ്ഠയ്ക്ക് ഭംഗം വരുത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. യുദ്ധത്തിൽ പരാജിതനായ രാമന്റെ തുണയ്ക്കായി സാക്ഷാൽ മഹാദേവനായ പരമേശ്വരൻ ഒരു ദേവിയെ ഭൂമിയിലേക്ക് അയച്ചെന്നും സ്ത്രീയാലും പുരുഷനാലും വധിക്കാൻ സാധ്യമല്ലെന്ന് വിധ്വംസകന് വരബലമുള്ളതിനാൽ ഭൂമിയിലേക്ക് വന്ന ദേവി സ്ത്രീയും പുരുഷനും ചേർന്ന ഭാവത്തിൽ 18 കരങ്ങളിലായി തിരുവായുധമേന്തി വിധ്വംസകന്റെ ഗളച്ഛേദം നടത്തി. ചക്രപാണീശ്വരനായ വിഷ്ണുവിന്റെ പ്രതിഷ്ഠ നടത്താനുള്ള വഴിയൊരുക്കുകയും ചെയ്തു. ഇങ്ങനെ പടക്കെത്തി പരശുരാമനെ തുണച്ച ദേവിക്ക് പടക്കത്തി ഭഗവതി എന്ന പേരും ലഭിച്ചു. ആ അഭയവരദായിനിയാണ് ഇവിടെ ഈ പുണ്യവസുന്ധരയിൽ സർവാഭിഷ്ടദായിനിയായി നിലകൊണ്ട് മഹാശക്തി സ്വരൂപിണിയായി വാഴുന്നത്. രാമൻ വില്ലുവെച്ച് വിശ്രമിച്ച സ്ഥലത്ത് ദേവിയെ പ്രതിഷ്ഠിക്കുകയും അടുത്തുള്ള തീയനെ പൂജാകർമ്മങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തു. പരശുരാമൻ വില്ലുവെച്ച സ്ഥലം പിൽക്കാലത്ത് രാമവില്യം എന്ന പേരിൽ അറിയാൻ തുടങ്ങി. ക്ഷത്രിയ നിഗ്രഹാനന്തരം പരശുരാമൻ കേരളം സൃഷ്ടിക്കുകയും ഗോകർണം മുതൽ കന്യാകുമാരി വരെ പല പല പ്രതിഷ്ഠകൾ നടത്തിപ്പോന്ന ഒരു കാലഘട്ടം. അന്ന് ശ്രീഹരിപുരത്തെത്തിയ പരശുരാമൻ പുഷ്കര ബ്രാഹ്മണൻ പൂജിച്ച വിഷ്ണുവിൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ തുനിഞ്ഞു. പക്ഷേ ക്ഷേത്ര വിധ്വംസകൻ എന്ന അസുരൻ അതിന് തടസ്സം നിൽക്കുകയും യാതൊരു ഗത്യന്തരവുമില്ലാതെ പരശുരാമൻ ഭഗവാൻ ശിവനെ ധ്യാനിച്ച് എനിക്കൊരു മുക്തി തരണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ശിവൻ ആണും പെണ്ണും ചേർന്നൊരു രൂപത്തിൽ ഒരു ദേവിയെ ഇദ്ദേഹത്തിൻ്റെ സഹായത്തിനായി എത്തിച്ചു. തന്മൂലം ദേവി ക്ഷേത്രവിധ്വംസകനുമായി ഘോരമായ യുദ്ധത്തിന് ശേഷം അസുരൻ്റെ ഗളച്ഛേദം ചെയ്യുകയും വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ നടത്താൻ വേണ്ട സുഗമമായ നടത്തിപ്പ് ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ഈ സ്ഥലത്ത് പരശുരാമൻ വില്ലുവെച്ച് തിരികെ പോകാൻ അത് എടുക്കാൻ സാധിക്കാതെ വരികയും അപ്പോൾ പരശുരാമൻ സ്വയം ശിവനോട് ധ്യാനിച്ച് അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ദേവി കൂടെ തന്നെയുണ്ട്, ദേവിക്കൊരു സ്ഥാനം കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ദേവിയെ ഇവിടെ പ്രതിഷ്ഠിക്കുകയും അടുത്തുള്ള ശൗണ്ഡികനെ വിളിച്ച് പൂജാതി കർമ്മങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തു. ആ വില്ല് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ സ്ഥലത്തിന് ശ്രീരാമവില്യം കഴകം എന്നുള്ള പേരും സിദ്ധിച്ചത്. അവിടെ നിന്നും ഒരു 100-500 കൊല്ലങ്ങൾക്ക് ശേഷം ആണ് ഇവിടെ പെരുങ്കളിയാട്ടം നടക്കുന്നത്. അന്ന് നാട്ടിലെ കൊടുമ്പിരിക്കൊണ്ട ഭക്ഷണക്ഷാമവും പോലെ അത് പിന്നെ പല പല വസൂരി മുതലായ പല പല രോഗങ്ങളും കൊണ്ട് ജനങ്ങളൊക്കെ പീഡ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. തന്മൂലം എല്ലാവരും ഒത്തുചേർന്ന് ദേവിയെ ധ്യാനിച്ച് കെട്ടിക്കോലം കഴിക്കാമെന്നുള്ള രൂപത്തിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായാണ് കളിയാട്ടം കഴിക്കാൻ തുനിഞ്ഞത്. അങ്ങനെ കൊല്ലവർഷം 1101 ആദ്യമായി പെരുങ്കളിയാട്ടം നടത്തപ്പെടുന്നത്. അതായത് 1924 രണ്ടാമത്തെ പെരുങ്കളിയാട്ടം നടക്കുന്നത് 1949 അന്നും ഭക്ഷണക്ഷാമം കൊടുമ്പിരിക്കൊണ്ടു ആയിരുന്നു.
അന്ന് നാനാജാതി മതസ്ഥർക്കും അന്നദാനം നൽകാൻ വേണ്ടി ഇവിടുന്ന് തീരുമാനിക്കുകയും അതിന് യാതൊരു നിവൃത്തിയുമില്ല. കാരണം അന്ന് അരി ക്ഷാമം കൂടുതലാണ്. തന്മൂലം നമ്മളന്ന് മദ്രാസ് സംസ്ഥാനത്തിൻ്റെ കീഴിലായിരുന്നു. ഇവിടുന്ന് മദ്രാസ് ഗവൺമെൻറ്റിനെ പോയി കണ്ട് അനുവാദം വാങ്ങിച്ചതിന് ശേഷമാണ് ആ പെരുങ്കളിയാട്ടം കഴിച്ചത്. പടക്കത്തി ഭഗവതിക്കൊപ്പം ഇവിടം വാഴുന്ന ദേവതമാരിൽ പൂമാല ഭഗവതിക്കും ഏറെ പ്രാധാന്യമുണ്ട്. പൂമാലയും തോഴനായ പൂമാരുതനും ഏഴുമലയ്ക്കടുത്ത് ചീർമ്മമാരോടൊത്ത് കപ്പിലിറങ്ങി രാമന്തളി ശങ്കരനാരായണമൂർത്തിയെ വന്ദിച്ച് കുറുവന്തട്ട വിശ്രമിച്ച് വടക്കോട്ട് യാത്ര ചെയ്ത് പയ്യന്നൂർ പെരുമാളെ ദർശിച്ച് തുടർന്ന് ചക്രപാണിയെയും തൊഴുത് ഉദുനൂർ ക്ഷേത്രപാലകനെ വന്ദിച്ച് പരശുരാമൻ വില്ല് വെച്ച് വിശ്രമിച്ച പുണ്യസ്ഥലമായ രാമവില്യസ്ഥാനത്ത് നിലയുറപ്പിച്ചെന്നും ഐതിഹ്യം. പൂമാലയെ പടക്കത്തി ഭഗവതി തന്റെ വലതുവശം നൽകി സ്വീകരിച്ചിരുത്തി തന്റെ അധികാരാവകാശങ്ങളിൽ നേർപകുതി പൂമാല ഭഗവതിക്ക് നൽകുകയും ചെയ്തു. പാട്ടും പൂരവും പൂമാലയ്ക്കും പെരുങ്കളിയാട്ടം പടക്കത്തിക്കുമെന്ന ചൊല്ലും ഇവിടെയുണ്ട്. ഒരു വ്യാഴവട്ടം കഴിഞ്ഞാൽ പെരുങ്കളിയാട്ടം നടത്താം. എന്നാൽ 25 വർഷം കൂടുമ്പോഴാണ് ശ്രീരാമവില്യം കഴകത്തിൽ പെരുങ്കളിയാട്ടം നടത്തിവരാറുള്ളത്. അതിനായുള്ള കാത്തിരിപ്പിലാണ് നാം ഏവരുമെന്ന് ആഹ്ലാദത്തോടെ പരസ്പരം പറഞ്ഞുകൊണ്ട് അമ്മയുടെ തിരുമുടി നിവരുന്ന പെരുങ്കളിയാട്ട ഒരുക്കങ്ങളുടെ മഹത്പ്രവൃത്തികളിൽ വ്യാപൃതരായിരിക്കുകയാണ് നാം. ശ്രീകോവിലിൽ വടക്കുഭാഗത്ത് ദാരുപീഠത്തിലാണ് ശ്രീ പടക്കത്തി ഭഗവതിയുടെ പ്രതിഷ്ഠയുള്ളത്. മധ്യഭാഗത്ത് ദാരുപീഠത്തിൽ പൂമാലയും തെക്കുഭാഗത്തായി ശ്രീകൂർമ്പയും കുടികൊള്ളുന്നു. പൂമാരുതനും രക്തചാമുണ്ടിക്കും അങ്കക്കുളങ്ങര ഭഗവതിക്കും വിഷ്ണുമൂർത്തിക്കുമെല്ലാം ശിലാപീഠത്തിൽ ഇവിടെ പ്രതിഷ്ഠയും ആരാധനയുമുണ്ട്. ഇവിടെ അമ്പലത്തിലെ കർമ്മിയായിട്ട് 16 കൊല്ലമായി. അതിൻ്റെ ഇടയ്ക്ക് പല പാട്ട് പൂരം എല്ലാം സജീവമായിട്ട് പങ്കെടുത്ത് നടന്നു വരികയാണ്. കൊടക്കാരനാണ് പരികർമ്മിയാണ്. ഇവിടുത്തെ കൊടക്കാരൻ പരികർമ്മി പല ഇതായിട്ട് നിൽക്കുന്നു. ഒരു കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിവിടെ സാനീകരിൽ 12 അച്ഛന്മാരുണ്ട്. 2 അന്തിത്തിരിയാണ് ഇവിടുത്തെ പ്രധാനം. പിന്നെ കാരണന്മാർ 18 കാരണന്മാർ, കളിയക്കാരൻ, വെളിച്ചപ്പാടന്മാർ 5 ആൾ വേണം. 5 വെളിച്ചപ്പാടന്മാർ, 1 പൂമാല, പടക്കത്തി, പൂമാരുതൻ, വിഷ്ണുമൂർത്തി, രക്തചാമുണ്ടി ചുറ്റിയാണ് വെളിച്ചപ്പാട് വേണ്ടത്. ഒരു വെളിച്ചപ്പാടേ ഇവിടെ ഉള്ളൂ. അപ്പം കഴിഞ്ഞ കളിയാട്ടത്തിന് ഞാൻ വള്ളിയറായിട്ട് ഇതിനകത്തുണ്ടായിരുന്നു. പടക്കത്തി പറഞ്ഞ പൂമാല ഇത് ആചാരസ്ഥാനം ഇല്ല ഒരു അമ്പലമാണിത്, തൃക്കേപ്പുരി രാമവില്യം കഴകം. ഇതിനകത്ത് അച്ഛന്മാർ 18 കാരണന്മാർ, അന്ത്യത്തിരി 2 അന്ത്യത്തിരിമാർ, ഊർക്കകത്തെ വെളിച്ചപ്പാടിന് വിഷ്ണുമൂർത്തിയുടെ വെളിച്ചപ്പാടത്തിനാണ് ഞാൻ പത്മനാഭൻ. അപ്പം ദർശന സായുജ്യം ആയിട്ട് ഇപ്പോൾ 1 വർഷമാവാൻ പോകുന്നു. അപ്പം അതൊരു ആ 1 വർഷത്തിൽ തന്നെ ഈ പെരുങ്കളിയാട്ടം നടക്കുന്നത് എൻ്റെ ഒരു മഹാസൗഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ ഒരു 25 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കളിയാട്ടമാണ് പെരുങ്കളിയാട്ടം. അപ്പം ഊർക്കകത്തിലെ എല്ലാ ജനങ്ങളും എല്ലാവരും നാനാമതസ്ഥരും ഒത്തുചേരുന്ന ഒരു കളിയാട്ടമാണ് പെരുങ്കളിയാട്ടം. കുംഭം 19 അവിടെ കളിയാട്ടമുണ്ട്. റേഡിയോ ഇപ്പോൾ കളിയാട്ടാൻ്റെ സമയമായി. പെരുങ്കളിയാട്ട മഹോത്സവം ആഘോഷ ഒരുക്കങ്ങളുടെ ഭാഗമായി ജൈവരീതിയിൽ പച്ചക്കറി കൃഷി ഉൽപ്പാദിപ്പിക്കാനുള്ള കാർഷിക ഒരുക്കങ്ങളും നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായി കഴകത്തിൽ പ്രവർത്തിച്ചു വരുന്ന ജൈവകൃഷി കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ അന്നദാനത്തിലേക്ക് ആവശ്യമായ നേന്ത്രവാഴക്കുലകൾക്കായി 5 കീഴ്ഘടക ക്ഷേത്രങ്ങളുടെ ചുമതലയിൽ വിവിധ പ്രദേശങ്ങളിലായി 5000 മഞ്ചേരി കുള്ളനിനത്തിൽപ്പെട്ട വാഴകൾ നട്ടുപരിപാലനം തുടങ്ങിയിട്ട് മാസങ്ങളായി. പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി കഴകപരിധിയിലെ വിവിധ സ്ഥലങ്ങളിലായി ചെണ്ടുമല്ലി കൃഷിയും തുടങ്ങിയിട്ട് നാളേറെയായി. ഗ്രാമവഴികളിലൂടെ കടന്നുപോകുമ്പോൾ പൂക്കൃഷിയുടെ ആകർഷക കാഴ്ചകൾ നമ്മെ മാടി വിളിക്കുകയാണ്. പെരുങ്കളിയാട്ടവേളയിൽ അലങ്കാരത്തിനടക്കം ഇവ ഉപയോഗിക്കും. ചെണ്ടുമല്ലി കൃഷിയിൽ കഴകപരിധിയിലെ വനിതാ അംഗങ്ങൾ ഇതിന് മേൽനോട്ടം വഹിക്കുന്ന ഭാരവാഹികൾക്ക് വലിയ പിന്തുണയാണ് നൽകി വരുന്നത്.
നീണ്ട 25 സംവത്സരങ്ങൾക്ക് ശേഷം ഉത്തര മലബാറിലെ ഏറ്റവും വലിയൊരു കളിയാട്ടമാണ് ശ്രീ രാമവില്യം കഴകം പെരുങ്കളിയാട്ടം. പെരുങ്കളിയാട്ടത്തിൻ്റെ സംഘാടക സമിതി തന്നെ ഏറ്റവും ആദ്യം ആലോചിച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ജൈവ കൃഷിയുടെ ഇതിൽ കൃത്യമായി നമ്മൾ കളിയാട്ടത്തിൻ്റെ കലവറ നിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനമായിട്ടും നേന്ത്രവാഴ, അതിൽ മഞ്ചേരി കുള്ളൻ എന്നുള്ള ഇനം നേന്ത്രവാഴ കൃഷി ചെയ്തുകൊണ്ട് 5 കീഴ്ഘടകങ്ങളിൽ, അതായത് ഒളവറമുണ്ടിയ, തൊട്ടടുത്ത് കുറുവാപ്പള്ളി അറ, അതേപോലെ തന്നെ കുലേരി മുണ്ടിയ, പിന്നെ തൊട്ടടുത്ത് തടിയങ്കോൽ മുണ്ടിയ, ദെൻ പടന്ന മുണ്ടിയ, ഇങ്ങനെ 5 മുണ്ടിയകൾ ആ പ്രദേശത്തുള്ള പിരിവുദായകരുടെ വീടുകളിലും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ വാഴ കൃഷി ചെയ്തത്. അതിൽ തന്നെ 1-2 എടുത്തു പറയേണ്ടത് ക്ഷേത്രപാലക ക്ഷേത്ര തൊട്ടടുത്തും, അതേപോലെ തന്നെ ചക്രപാണി ക്ഷേത്രത്തിൻ്റെ ചുറ്റും ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഈ നേന്ത്രവാഴ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ നേന്ത്രവാഴ നമുക്ക് ചെയ്തെടുക്കാം. ഒരു കൂട്ടായ്മ, വലിയൊരു കൂട്ടായ്മ ഇതിൻ്റെ ഭാഗമായിട്ട് വരികയും ആ ജൈവ കൃഷിയുടെ ഭാഗമായിട്ട് വാഴക്കൃഷിയും അതേപോലെ തന്നെ ചേനയും നമ്മൾ ചില സ്ഥലത്ത് നമ്മൾ ചേനയും ചെയ്തിട്ടുണ്ട്. ഇനി തുടർന്ന് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് പച്ചക്കറികളാണ്. അതായത് ഭക്ഷണശാലയിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായി അളവെടുത്ത് ഓരോ കീഴ്ഘടകങ്ങളിലും, ഇപ്പോൾ വെള്ളരിയാണെങ്കിലും മത്തനാണെങ്കിലും കുമ്പളാണെങ്കിലും അവിടത്തേക്ക് വേണ്ടുന്ന എല്ലാ പച്ചക്കറികളും നമുക്ക് ജൈവ കൃഷി രീതിയിൽ കൃഷി ചെയ്ത് അവിടത്തേക്ക് കലവറ നിറക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാസർഗോഡ് ജില്ലയുടെ തെക്കേയറ്റത്ത് തൃക്കരിപ്പൂർ പ്രദേശത്ത് നിലകൊള്ളുന്ന പൗരാണികമായ രാമവില്യം കഴകത്തിന് കീഴിൽ 5 ഘടകക്ഷേത്രങ്ങളുണ്ട്. ശ്രീ ഒളവറമുണ്ട്യക്കാവ്, കൂലേരി മുണ്ട്യ, കുറുവാപ്പള്ളിയറ, തടിയങ്കൊവ്വൽ മുണ്ട്യ, പടന മുണ്ട്യ എന്നിവയാണ് രാമവില്യം കഴകത്തോട് ചേർന്ന് കിടക്കുന്നത്. ഘടകക്ഷേത്രങ്ങളിലൂടെ വിശാലമായ പ്രവർത്തന പരിധി കഴകത്തിനുണ്ട്. ഇതിലൂടെ വടക്കുഭാഗം മൂർക്കകം, തെക്കുഭാഗം മൂർക്കകം എന്നിങ്ങനെ തരംതിരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. പടന, തൃക്കരിപ്പൂർ, വലിയപറമ്പ് പഞ്ചായത്തുകളിലെ തീയ സമുദായ അംഗങ്ങൾ പ്രവർത്തന പരിധിയിൽ പാരമ്പര്യമായി ഉൾപ്പെട്ടുവരുന്നു. ദേവനർത്തനത്തിന്റെ അസുലഭ നിമിഷങ്ങളിലൂടെ ഒരു നാടിനെയും ദേശജനതയെയും ഭക്തിയുടെ ആനന്ദലഹരിയിൽ ആറാടിക്കുന്ന പടക്കത്തി ഭഗവതിയും പരിവാര ചൈതന്യങ്ങളും അരങ്ങ് നിറഞ്ഞാടുന്ന പെരുങ്കളിയാട്ടത്തെ ചരിത്രത്തിന്റെ ഭാഗമാക്കി മാറ്റാനുള്ള ഒരുക്കങ്ങളുടെ തകൃതിയിൽ മനസ്സ് നിറയുന്ന പ്രവർത്തനങ്ങളുമായാണ് ആഘോഷ കമ്മിറ്റി മുന്നോട്ടു പോകുന്നത്. വടക്കേ മലബാറിലെ തീയ സമുദായത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് ശ്രീ രാമവില്യം കഴകം. മറ്റ് ഘടകങ്ങളിൽ ഒന്ന് കുറുവന്തട്ട കഴകം, തുരുത്തിക്കഴകം, പാലക്കുന്ന് കഴകം എന്നിവയാണ്. ഇതിൽ പാലക്കുന്ന് കഴകത്തിലും കുറുവന്തട്ട കഴകത്തിലും പെരുങ്കളിയാട്ടം നടത്താറില്ല. രാമവില്യം കഴകത്ത് അവസാനമായി പെരുങ്കളിയാട്ടം നടന്നത് 1999 99 മാർച്ച് 5 മുതൽ 12 വരെയുള്ള തീയതികളിൽ. ഇവിടെ 99 തെയ്യങ്ങളാണ് ഉള്ളത്. എന്നാൽ 96 തെയ്യങ്ങളുടെ പേര് മാത്രമേ ഇവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചതായി കാണുന്നു. പടക്കത്തി ഭഗവതിയും ആര്യക്കര ഭഗവതിയാണ് പ്രധാന തെയ്യങ്ങൾ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തെയ്യത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് ഇവിടെ വച്ചല്ല. ദേവി വിശ്രമിച്ച സ്ഥലം എന്ന പേരിൽ അറിയപ്പെടുന്ന കാവില്യാട്ട് കാവിൽ വെച്ചാണ് തെയ്യത്തിന് ആരംഭം കുറിക്കുന്നത്. അന്ന് തെയ്യം ആരംഭിക്കുന്ന ദിവസം ഇവിടുത്തെ സ്ഥാനീയരും കോലധാരികളൊക്കെ കാവിലെത്തുകയും അവിടെ നിന്ന് പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം തോറ്റം കെട്ടി ഇവിടത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് തെയ്യത്തിൻ്റെ ആരംഭം. തെയ്യം പിന്നെ ഏകദേശം ലക്ഷക്കണക്കിന് ആൾക്കാർ ഭക്ഷണം നൽകുന്ന ഒരു ചടങ്ങ് കൂടി ഇവിടെയുണ്ട്. 2025 മാർച്ച് 5 മുതൽ 12 വരെ നീളുന്ന പെരുങ്കളിയാട്ടം ദേവചൈതന്യങ്ങളുടെ ചിലമ്പലുകളാലും മേളപ്പെരുക്കത്താലും അരങ്ങാടിത്തിമർക്കുമ്പോൾ നാട് കൈകൂപ്പിത്തൊഴുന്ന ധന്യനിമിഷത്തിലമരും സർവേശ്വരി കുടിയിരിക്കുന്ന തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കഴകത്തിലെ പെരുമയാർജിച്ച പെരുങ്കളിയാട്ടം. പെരുങ്കളിയാട്ടത്തിന്റെ തട്ടകമുണരുന്ന കഴക തിരുമുറ്റം ഒട്ടേറെ വിശേഷപ്പെട്ട ചടങ്ങുകളിലൂടെ വരും ദിവസങ്ങളിൽ കടന്നുപോകും. തെയ്യാനുഷ്ഠാനത്തിന്റെ പെരുമയുണർത്തുന്നതാണ് പെരുങ്കളിയാട്ട ആരംഭത്തോടനുബന്ധിച്ച്
ഇവിടെ നടക്കാനിരിക്കുന്ന ഓരോ സുപ്രധാന ചടങ്ങുകളും. തിരുവായുധങ്ങളുമായി കഴകത്തിലെ വെളിച്ചപ്പാടന്മാരും മറ്റ് സ്ഥാനികന്മാരും വെള്ളോലക്കുടക്കാരും സഹിതമുള്ള ഏളത്ത് പുറപ്പെടുന്നതോടെ രാമവില്യം കഴകത്തിലെ പെരുങ്കളിയാട്ടത്തിന്റെ ചിലമ്പലികൾ ഗ്രാമഹൃദയങ്ങളെ സ്പർശിച്ചു തുടങ്ങും. നാടറിയിച്ചുകൊണ്ടുള്ള ഏളത്ത് ആദ്യം ചെല്ലുക ചക്രപാണീശ്വരന്റെ തിരുനടയിലേക്കാണ്. തുടർന്ന് നടക്കുന്ന അനുബന്ധ ചടങ്ങുകളിൽ പ്രധാനമാണ് ആയിരങ്ങൾ ഒത്തുചേർന്നുള്ള വരച്ചുവെക്കൽ ചടങ്ങ്. അന്നേ ദിവസം വിവിധ കഴകങ്ങൾ, ക്ഷേത്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്ഥാനികന്മാരും ആബാലവൃദ്ധൻ ജനങ്ങളും സർവേശ്വരി പടക്കത്തി ഭഗവതിയുടെ തിരുനട സമക്ഷം ഒത്തുചേർന്ന് ജ്യോതിഷന്മാർ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ അഷ്ടമംഗല്യ പ്രശ്നം നടത്തി ഭഗവതിമാരുടെ കോലധാരികളെ നിശ്ചയിക്കും. പ്രധാന കോലധാരികളായ തെക്കുംകര കർണമൂർത്തിയും കരുവള്ളൂർ മണക്കാടനും ഈ സമയം തിരുമുറ്റത്ത് സന്നിഹിതരാകും. തിരുമുടിക്കുള്ള കവുങ്ങുമുറിക്കൽ, തിരുമുടി ഉയരാനുള്ള സമയം എന്നിവയെല്ലാം വരച്ചുവെക്കലിലൂടെ നിശ്ചയിക്കും. ചടങ്ങുകൾ നടന്നു വരുമ്പോൾ ഭക്തസഹസ്രങ്ങൾ പെരുങ്കളിയാട്ടത്തിന്റെ ധന്യനിമിഷങ്ങളിലേക്ക് അറിയാതെ നടന്നു കയറും. തിരുമുടിക്കാവശ്യമായ 2 കവുങ്ങുകൾ പുലിയന്നൂർ താഴത്തു വീട്ടിൽ നിന്നാണ് കഴകത്തിലെത്തിക്കേണ്ടത്. 100 കണക്കിന് ബാല്യക്കാരുടെ അകമ്പടിയിൽ മേളത്തോടു കൂടിയാണ് കവുങ്ങ് കഴകത്തിലെത്തിക്കുക. കവുങ്ങ് മുറിച്ചെടുക്കുമ്പോൾ വെളിച്ചപ്പാടന്മാർ, മറ്റു സ്ഥാനികന്മാർ, കൂട്ടായിക്കാർ, ജന്മാശാരി, നേക്കണിശൻ തുടങ്ങിയവരുടെ സാന്നിധ്യം ചടങ്ങിലുണ്ടാകും. പെരുങ്കളിയാട്ടത്തിന് 4 ദിവസങ്ങൾ ബാക്കി നിൽക്കവേ കഴകത്തിലേക്ക് വല്ലപ്പായ എത്തിക്കേണ്ടതുണ്ട്. ബീരിച്ചേരി പുലയ കുടുംബമാണ് ഇത് നിർവഹിച്ചു വരുന്നത്. പായ കിഴക്കേ നടയിൽ വയ്ക്കുമ്പോൾ ഇളനീർ കൊത്തിക്കുടഞ്ഞ് കുറിയിടൽ ചടങ്ങ് നടത്തും. കളിയാട്ടാരംഭത്തിന് തലേന്നാൾ പയ്യന്നൂർ പെരുമാളെ തൊഴാൻ പോകൽ, കോയ്മ സഹിതം സ്ഥാനികന്മാരും കോലധാരികളും ഭണ്ഡാര സമർപ്പണം ചെയ്ത് തീർത്ഥം സ്വീകരിക്കൽ, നെയ്വിളക്കും തണ്ണീലമൃതം കഴിപ്പിച്ച് തിരികെ വരികെ വാദ്യസഹിതം സ്വീകരിച്ച് കഴകത്തിലേക്ക് ആനയിക്കൽ, ചക്രപാണി ക്ഷേത്രത്തിലും ബീരിച്ചേരി മനയിലും കെടാവിളക്കിന് എണ്ണ നൽകൽ എന്നിവയെല്ലാം ആചാര പ്രൗഢിയുയർത്തുന്ന കാഴ്ചകളായി മാറും. കുംഭമാസം 21-ാം തീയതി പെരുങ്കളിയാട്ടത്തിന്റെ ആരംഭ സുദിനത്തിൽ ദീപവും തിരിയും എഴുന്നള്ളിക്കും. അന്തിത്തിരിയന്മാർ, ചങ്ങലവട്ട, വെളിച്ചപ്പാടന്മാർ, കട്ടാരം, കൂട്ടായിക്കാർ, മറ്റ് സ്ഥാനികന്മാർ, പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും കോലധാരികൾ, സമുദായിക്കാർ എന്നിവരോടെ ഉദിനൂർ കൂലോത്തേക്ക് പുറപ്പെടും. തുടർന്ന് ചക്രപാണി ക്ഷേത്രത്തിലേക്കും ദീപം തിരിക്കായി പുറപ്പെടുന്നതാണ്. നാടിളകി വരും പോലെ ചടങ്ങുകളിലെല്ലാം ആയിരങ്ങളുടെ പങ്കാളിത്തം ദർശിക്കാം. അടിയന്തരം സംബന്ധിച്ച് തീരുമാനങ്ങൾ സ്ഥാനികന്മാരും അതുപോലെ കമ്മിറ്റിയും ആലോചിച്ചുകൊണ്ട് അതാത് സമയത്ത് വേണം ഷെഡ്യൂൾ തയ്യാറാക്കി കോലധാരികളെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രവർത്തനം. അത് മറ്റു കാര്യങ്ങൾ 74-ലെയും 99-ലെയും കളിയാട്ടത്തിന് ഞാൻ ഭാഗവാക്കായിരുന്നു. 74-ലെ കളിയാട്ടത്തിന് ഞാൻ എക്സിബിഷൻ കമ്മിറ്റിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് കോപ്പറേറ്റീവ് ബാങ്കിനായിരുന്നു ടിക്കറ്റ് വിൽപ്പന ചുമതല. അതിലൊരു ചുമതലക്കാരനായിരുന്നു ഞാൻ. 99-ലെ കളിയാട്ടത്തിന് ഞാൻ ഇവിടെ ഒരു ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. 2 കളിയാട്ടം കണ്ട പരിചയമുണ്ട്. ഞങ്ങളുടെ അടിയന്തരാധി കമ്മിറ്റിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ഏതാനും 1-2 മാസത്തിന് ശേഷമേ ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുന്നുള്ളൂ. കവുങ്ങ് മുറി, അതുപോലെ നാൾമരം മുറി, ഇതൊക്കെ പ്രശ്നം മുഖേന അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൻ്റെയൊക്കെ പ്രവർത്തനം ആരംഭിക്കുകയുള്ളൂ. കൂടുതലായി ഇതിനെപ്പറ്റി അടിയന്തരാധി കാര്യങ്ങളെപ്പറ്റി പറയണമെങ്കിൽ ഒരു 2 മാസം കഴിഞ്ഞതിന് ശേഷമേ പറ്റൂ. 25 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പെരുങ്കളിയാട്ടം കാണാനുള്ള സുവർണാവസരമാണ് സർവേശ്വരി പടക്കത്തി ഭഗവതിയുടെ തിരുനടയിൽ വന്നു ചേർന്നിരിക്കുന്നത്. പെരുങ്കളിയാട്ടത്തിന്റെ ആദ്യ ദിനത്തിൽ കുംഭമാസം 21-ാം തീയതി ഉച്ചഭക്ഷണത്തിന് ശേഷം തിരുവായുധം വഹിച്ചുകൊണ്ട് 2 അന്തിത്തിരിയന്മാരും കട്ടാരം സഹിതം വെളിച്ചപ്പാടന്മാരും കുടസഹിതം കുടക്കാരും ബന്ധപ്പെട്ട സ്ഥാനികരും സാന്നിധ്യ വസ്തുക്കളും നാന്തകം കടുത്തില തളികയും തട്ടും സഹിതം കൂട്ടായിക്കാർ കൈവിളക്ക് മുതലായവയും സമുദായിയും ബാല്യക്കാരും നിവേദ്യ വസ്തുക്കളും സഹിതം കാവില്യാട്ട് കാവിലേക്ക് പുറപ്പെടും. ഇതോടൊപ്പം പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും കോലധാരികളും കൂടെ പോകും. തുടർന്ന് ആരവങ്ങളോടെ ഭഗവതിമാരുടെ കോലധാരികളും സ്ഥാനികന്മാരും തിരിച്ചെഴുന്നള്ളി വരുന്നതോടുകൂടി
പെരുങ്കളിയാട്ടം അതിൻ്റെ വർണ്ണക്കാഴ്ചകളിലേക്ക് മിഴുതുറക്കും. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവാത്ത ദേവനർത്തനത്തിൻ്റെ അസുലഭ കാഴ്ചകളാൽ തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കഴകത്തിൻ്റെ പെരുങ്കളിയാട്ട തിരുമുറ്റം ആവേശഭരിതമാകും.